എക്സോർസിസം എന്ന വാക്ക് ഹൊറർ സിനിമകളിലൂടെയൊക്കെ നമുക്ക് മിക്കവർക്കും പരിചിതമായിരിക്കും. ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളിൽ നിന്നോ ഒക്കെ ദുഷ്ടശക്തികളെ അകറ്റുന്ന പ്രക്രിയയാണ് എക്സോർസിസം. സാധാരണയായി ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വാക്ക് പൊതുവെ കേട്ടിട്ടുള്ളത്. നിരവധി സിനിമകളിലൂടെ നമ്മൾ എക്സോർസിസം ചെയ്യുന്ന സീനുകളൊക്കെ കണ്ടിട്ടുണ്ട്. എക്സോർസിസത്തിന് ഏകദേശം ഒരു 10 മാസ കാലയളവിൽ 67 തവണ വിധേയയാകേണ്ടി വന്നൊരു പെൺകുട്ടിയുണ്ട്. ഇതിനുശേഷം തൊട്ടടുത്ത വർഷം അവൾ മരണപ്പെടുകയും ചെയ്തു. അവളുടെ പേരാണ് അനലീസ് മൈക്കൽ. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. ഇപ്പോൾ നിങ്ങൾ കേട്ടത് അനലീസ് മൈക്കലിന്റെ എക്സോർസിസത്തിനിടയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഓഡിയോ ക്ലിപ്പുകളുടെ പ്രസക്ത ഭാഗങ്ങളാണ്. 1952 സെപ്റ്റംബർ 21 ജർമ്മനിയിലെ ബവേറിയ എന്ന സ്ഥലത്ത് ജോസഫ് അന്ന ദമ്പതികളുടെ മകളായിട്ടാണ് അനലീസ് മൈക്കൽ ജനിക്കുന്നത്. ഒരു കത്തോലിക് കുടുംബം. അനലീസ് ഉൾപ്പെടെ 4 പെൺകുട്ടികളായിരുന്നു ജോസഫിനും അന്നയ്ക്കും. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നൊരു കുടുംബം. ആഴ്ചയിൽ 2 ദിവസം മുടങ്ങാതെ പള്ളിയിൽ പോകുന്ന ദൈവവിശ്വാസമുള്ളൊരു കുട്ടിയായിട്ടാണ് അനലീസും വളർന്നു വന്നത്. 16 വയസ്സുവരെ അവൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്കൂളിൽ വെച്ച് അവൾക്ക് ബോധക്ഷയമുണ്ടായി. അതുമാത്രമല്ല, ഉറക്കത്തിൽ എന്നതുപോലെ ബോധമില്ലാതെ അവൾ സ്കൂൾ വരാന്തകളിലൂടെ നടക്കുകയും ചെയ്തു. അതൊന്ന് കണ്ടുനിന്ന സഹപാഠികളും അധ്യാപകരും പറഞ്ഞത് അവളൊരു ട്രാൻസിൽ പെട്ടതുപോലെയായിരുന്നു അന്ന് അവർക്ക് അനുഭവപ്പെട്ടത് എന്നാണ്. എന്നാൽ അനലീസിന് ആ സംഭവത്തെപ്പറ്റി പിന്നീട് ഒരോർമ്മയും ഉണ്ടായിരുന്നില്ല. ആ സംഭവം നടന്ന് 1 വർഷത്തിന് ശേഷം ഇത് വീണ്ടും ആവർത്തിച്ചു. കൂടെ അപസ്മാരത്തിന്റെ ചില ലക്ഷണങ്ങളും കാണിക്കാൻ തുടങ്ങി. ശരീരത്തിൽ ശക്തമായ വിറയലുകൾ അനുഭവപ്പെട്ടു. ഇതൊക്കെ കണ്ട അടുപ്പമുള്ളവർ അവൾക്ക് ബാധ കൂടിയതാണെന്ന് വിശ്വസിച്ചു. 2ാം തവണയും ഈ ലക്ഷണങ്ങൾ ആവർത്തിക്കപ്പെട്ടതോടെ അവൾ ആശുപത്രിയിലെത്തി. ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടു. പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞത് അവൾക്ക് ടെമ്പോറൽ ലോബ് എപ്പിലെപ്സി എന്ന രോഗമാണെന്നാണ്. ശരീരത്തിൽ അതിശക്തമായ വിറയൽ, ഓർമ്മ നഷ്ടപ്പെടൽ, ഹാലൂസിനേഷൻസ് ഇവയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇത് മാത്രമല്ല, ടെമ്പോറൽ എപ്പിലെപ്സി എന്ന രോഗം ഗെയ്ഷ്വിൻ സിൻഡ്രോം എന്ന അവസ്ഥയ്ക്കും കാരണമാവാറുണ്ട്. ഗെയ്ഷ്വിൻ സിൻഡ്രോം ഹൈപ്പർ റിലിജിയോസിറ്റിക്ക്, അതായത് മതപരമായ കാര്യങ്ങളിൽ നമ്മുടെ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളെ പോലും തകിടം മറിക്കുന്ന രീതിയിൽ അന്ധമായ അബ്നോർമലായ വിശ്വാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. അങ്ങനെ അനലീസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ടെമ്പോറൽ ലോബ് എപ്പിലെപ്സിക്ക് മരുന്ന് കഴിക്കാൻ തുടങ്ങി. 1973 ഉപരിപഠനത്തിനായി വൂട്സ്ബർഗ് സർവകലാശാലയിൽ ചേർന്നു. കൃത്യമായി മരുന്ന് കഴിച്ചിട്ടും അവൾക്ക് യാതൊരു ഫലവും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, അവളുടെ രോഗലക്ഷണങ്ങൾ വഷളാവാനും തുടങ്ങിയിരുന്നു. കൃത്യമായി മരുന്ന് കഴിച്ചിട്ടും രോഗത്തിന് ശമനമുണ്ടാവാത്തത് കാരണം തൻ്റെ ശരീരത്തിൽ പൈശാചിക ശക്തികളുണ്ടെന്ന് അനലീസ് വിശ്വസിക്കാൻ തുടങ്ങി. അവൾ പോകുന്നിടത്തെല്ലാം അവൾ ചെകുത്താൻ്റെ മുഖം കാണാൻ തുടങ്ങി. കുരിശ് കാണുന്നത് അവളെ പേടിപ്പെടുത്തുന്ന അനുഭവമായി മാറി. അവളുടെ ചെവിയിൽ ചെകുത്താൻ മന്ത്രിക്കുന്നത് പോലെ അവൾക്ക് തോന്നി തുടങ്ങി. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഈ പ്രശ്നങ്ങളെല്ലാം കൂടിക്കൂടി വന്നു. അവൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോ ചെവിയിൽ "നീ നശിച്ചു, നരകത്തിൽ കിടന്ന് നീ പുഴുവരിക്കും" എന്നൊക്കെ പറയുന്നതായി അവൾക്ക് തോന്നി. അതോടെ തൻ്റെ ശരീരത്തിൽ പ്രേതബാധയുണ്ടെന്ന് അവൾ പൂർണ്ണമായും വിശ്വസിച്ചു. അങ്ങനെ ബാധ ഒഴിപ്പിക്കുന്നതിനായി അനലീസും കുടുംബവും നിരവധി പുരോഹിതന്മാരെ സമീപിച്ചു. എന്നാൽ അവരെല്ലാം ആ ആവശ്യം നിരസിക്കുകയാണ് ചെയ്തത്. അവർ അനലീസിന്റെ കുടുംബത്തോട് വൈദ്യസഹായം തേടാനും നിർദ്ദേശിച്ചു. എക്സോർസിസം എന്നത് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അത് ചെയ്യുന്നതിന് കത്തോലിക്കൻ നിയമം അനുസരിച്ച് ബിഷപ്പിന്റെ അനുവാദം ആവശ്യമായിരുന്നു. അപ്പോഴേക്കും അനലീസിന്റെ അവസ്ഥ ദാരുണമായിരുന്നു. അവൾ സ്വന്തം വസ്ത്രങ്ങൾ വലിച്ചു കീറാനും മൃഗങ്ങളെപ്പോലെ മുരളാനും ചിലന്തികളെ ഭക്ഷിക്കാനും തുടങ്ങി. ചില സമയങ്ങളിൽ അവൾ സ്വന്തം മൂത്രം വരെ തറയിൽ നിന്ന് നക്കിക്കുടിച്ചു. ഒടുവിൽ അനലീസിന്റെ മാതാവ് ഏണസ്റ്റ് ഓൾട്ട് എന്ന പുരോഹിതനെ കണ്ടെത്തി. അനലീസിന്റെ ദേഹത്ത് പ്രേതബാധയുണ്ടെന്ന് അദ്ദേഹവും വിശ്വസിച്ചു. അങ്ങനെ അനലീസിനെ കാണാമെന്ന ഏണസ്റ്റ് ഓൾട്ടിനോട് അനലീസ് പറഞ്ഞത് ഇപ്രകാരമാണ്: "ഞാൻ ഒന്നുമല്ല, എനിക്ക് ചുറ്റുമുള്ളതെല്ലാം ശൂന്യമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം." മറ്റൊരവസരത്തിൽ അവൾ ഇങ്ങനെ പറഞ്ഞു: "മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായാണ് ഞാൻ ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്. എങ്കിലും ഇത് വളരെ ക്രൂരമാണ്." അനലീസിന്റെ അവസ്ഥ ഏണസ്റ്റ് ഓൾട്ട് ബിഷപ്പായ ജോസഫ് സ്റ്റാൻലി അറിയിച്ചു. അദ്ദേഹം എക്സോർസിസത്തിന് അനുമതി നൽകുകയും പുരോഹിതനായ അർണോൾഡ് റൺസിനെ അതിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എങ്കിലും ഈ കാര്യം പരമരഹസ്യമായിരിക്കണമെന്ന് നിർദ്ദേശിക്കാനും ബിഷപ്പ് ജോസഫ് സ്റ്റാൻലി മറന്നില്ല. എക്സോർസിസം എന്നത് പല മതങ്ങളിലും പല ആചാരങ്ങളിലും നിലനിന്നിരുന്നുവെങ്കിലും അത് കൂടുതൽ പ്രചാരം നേടിയത് 1500കളിൽ കത്തോലിക് പുരോഹിതന്മാരിലൂടെയാണ്.
അവർ പിശാചിനെ തുരത്തുന്നതിനായി ലാറ്റിൻ പദമായ വാഡേ റെട്രോ സാറ്റാന, അതായത് ഗോ ബാക്ക് സാറ്റാൻ എന്ന പദം ഉപയോഗിച്ചിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട റിച്വൽ റൊമാനിയം എന്ന പുസ്തകത്തിൽ കത്തോലിക് എക്സോർസിസം പിന്തുടരേണ്ട രീതികളെപ്പറ്റിയൊക്കെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. 1960-കളോടെ കത്തോലിക് വിഭാഗത്തിനിടയിൽ എക്സോർസിസം വളരെ അപൂർവമായി മാറി. എക്സോർസിസവുമായി ബന്ധപ്പെട്ട് ദ എക്സോർസിസ്റ്റ് പോലുള്ള പുസ്തകങ്ങളും സിനിമകളും ഒക്കെ പുറത്തിറങ്ങിയപ്പോൾ 1970-കളുടെ തുടക്കത്തിൽ ഇതിന് വീണ്ടും പ്രചാരം ഏറാൻ തുടങ്ങി. ബിഷപ്പിന്റെ അനുമതി കിട്ടിയതിനു ശേഷം പുരോഹിതരായ ഏണസ്റ്റ് ആൾട്ടും അർണോൾഡ് റെൻസും ചേർന്ന് 10 മാസത്തിനിടയിൽ 67 തവണയാണ് അനലീസിനെ എക്സോർസിസത്തിന് വിധേയയാക്കിയത്. ഓരോ തവണയും എക്സോർസിസം ഏകദേശം 4 മണിക്കൂറോളം നീണ്ടു. എക്സോർസിസത്തിനിടയിൽ തൻ്റെ ശരീരത്തിൽ 6 പിശാചുകളുണ്ടെന്ന് അനലീസ് പറഞ്ഞു. ലൂസിഫർ, കെയ്ൻ, യൂദാസ് ഇസ്കാരിയോട്ട്, അഡോൾഫ് ഹിറ്റ്ലർ, നീറോ, ഫിഷർമാൻ ഇവരായിരുന്നു ആ 6 പേർ. എക്സോർസിസത്തിനിടയിൽ അവൾ പല ശബ്ദങ്ങളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഹിറ്റ്ലറായും നീറോയായും യൂദാസ് ഇസ്കാരിയോട്ടായും ഒക്കെ അവൾ സംസാരിച്ചു. ഇതുകൂടാതെ ഈ കാലഘട്ടത്തിലെ യുവതയുടെയും മതം ഉപേക്ഷിച്ചു നടക്കുന്ന പുരോഹിതന്മാരുടെയും എല്ലാം പാപത്തിന് പരിഹാരമായാണ് താൻ ഇതൊക്കെ അനുഭവിക്കുന്നതെന്നും അവൾ പലതവണ പറഞ്ഞു. പ്രാർത്ഥിക്കുന്നതിനായി തുടർച്ചയായി മുട്ടുകുത്തിയിരുന്ന് കാൽമുട്ടിലെ അസ്ഥിക്ക് പൊട്ടലുണ്ടായി. എങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ അനലീസ് പ്രാർത്ഥന തുടർന്നു. എക്സോർസിസം ഫലപ്രദമായി നടത്താനായി പലപ്പോഴും അനലീസിനെ ബന്ധിച്ചിരുന്നു. പിന്നെ അവൾ പതിയെ ഭക്ഷണം കഴിക്കാതായി. ഒടുവിൽ പോഷകക്കുറവും ഡീഹൈഡ്രേഷനും കാരണം 1976 ജൂലൈ 1 അവൾ മരണപ്പെട്ടു. അന്ന് അവൾക്ക് വെറും 23 വയസ്സായിരുന്നു പ്രായം. മരണശേഷം അനലീസിന്റെ കഥ രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ടു. അവളുടെ മാതാപിതാക്കളുടെയും എക്സോർസിസം നടത്തിയ പുരോഹിതന്മാരുടെയും പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാക്കുറ്റം ചുമത്തി. കേസ് കോടതിയിലെത്തി. 1978 മാർച്ച് 30 വിചാരണ തുടങ്ങിയത്. അനലീസിന് പ്രേതബാധ ഉണ്ടായിരുന്നില്ലെന്നും അവൾക്ക് ടെമ്പറൽ ലോബ് എപ്പിലിപ്സി എന്ന രോഗമായിരുന്നുവെന്നും അത് കാരണമാണ് ഹാലൂസിനേഷൻസും മറ്റ് മാനസിക വിഭ്രാന്തികളും അവൾക്ക് ഉണ്ടായതെന്നും ഡോക്ടർമാർ മൊഴി നൽകി. കടുത്ത മതപരമായ ചുറ്റുപാടുകളിൽ വളർന്നു വന്നതും അവളുടെ രോഗാവസ്ഥയും എല്ലാം കാരണം അവളുടെ മനസ്സ് താളം തെറ്റിയിരിക്കാം. അവളുടെ തോന്നലുകളെല്ലാം അതിൻ്റെ ഫലമായിരിക്കാം, ഡോക്ടർമാർ പറഞ്ഞു. എക്സോർസിസം ലീഗലാണെന്നും മതപരമായ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഓരോ പൗരന്മാർക്കും ജർമ്മൻ ഭരണഘടന നൽകുന്നുണ്ടെന്നും പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. അനലീസിന് പ്രേതബാധയുണ്ടെന്ന തങ്ങളുടെ വാദം ന്യായീകരിക്കുന്നതിനായി അവർ അനലീസിന്റെ എക്സോർസിസം സമയത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ട ടേപ്പുകൾ കോടതിയിൽ ഹാജരാക്കി. അവളുടെ മുരൾച്ചയും വേദനയുമെല്ലാം കോടതി മുറിയിൽ മുഴങ്ങി. അന്ന് ഹാജരാക്കപ്പെട്ട ഓഡിയോകളുടെ ചെറിയൊരു ഭാഗമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കേട്ടത്. എക്സോർസിസത്തിന് അനുമതി നൽകിയ ബിഷപ്പ് ജോസഫ് സ്റ്റാൻലി അനലീസിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് തനിക്കറിയില്ലായിരുന്നുവെന്ന് പറഞ്ഞു. അദ്ദേഹം കോടതിയിൽ ഹാജരായതുമില്ല. വിചാരണയ്ക്ക് ശേഷം കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പുരോഹിതർക്ക് 3 വർഷം പ്രൊബേഷൻ വിധിച്ചു. മാതാപിതാക്കളുടെ കാര്യത്തിൽ അവർ ഇതിനോടകം തന്നെ ഒരുപാട് അനുഭവിച്ചുവെന്ന് വിലയിരുത്തിയ കോടതി അവരെ വെറുതെ വിട്ടു. 2006 നടത്തിയൊരു ഇന്റർവ്യൂവിൽ തൻ്റെ അന്നത്തെ പ്രവൃത്തിയിൽ തനിക്ക് യാതൊരു കുറ്റബോധവുമില്ലെന്നാണ് അനലീസിന്റെ അമ്മ അന്ന പറഞ്ഞത്. ശരി എന്താണോ അതാണ് ഞങ്ങൾ ചെയ്തത്. അതെനിക്ക് 100% ഉറപ്പാണ്. അവളുടെ കൈകളിൽ ക്രിസ്തുവിൻ്റെ ചിഹ്നം ഞങ്ങൾ കണ്ടതാണ്, അവർ പറഞ്ഞു. ഇന്ന് അനലീസിന്റെ ശവകുടീരത്തിലേക്ക് നിരവധി പേർ എത്തുന്നുണ്ട്. വഴിപിഴച്ചുപോയ പുരോഹിതന്മാരുടെയും യുവജനതയുടെയും ഒക്കെ പാപങ്ങൾ ഏറ്റെടുത്ത് സ്വന്തം ജീവൻ ത്യജിച്ച ഒരാളായിട്ടാണ് അനലീസിനെ ചെറിയൊരു വിഭാഗം കാണുന്നത്. അനലീസിന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 2005 പുറത്തിറങ്ങിയ സിനിമയാണ് ദ എക്സോർസിസം ഓഫ് എമിലി റോസ്. എക്സോർസിസത്തിനിടയിൽ ഒരു പെൺകുട്ടി മരിക്കുന്നു. പുരോഹിതനെതിരെ കേസ് വരുന്നു. ആ കേസ് നായക കഥാപാത്രമായ വനിതാ അഭിഭാഷക ഏറ്റെടുക്കുന്നു. ഈ സിനിമ പ്രധാനമായും ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഇതിൽ കാണിച്ചിരിക്കുന്ന എക്സോർസിസം സീനുകൾക്ക് അനലീസിന്റെ ജീവിതവുമായി ഒട്ടേറെ സാമ്യതകളുണ്ട്. മാനസിക രോഗത്തെ ബാധയെന്ന് തെറ്റിദ്ധരിച്ച് സ്വന്തം ജീവിതം ബലി കഴിക്കേണ്ടി വന്ന അനലീസ് മൈക്കൽ എന്ന പെൺകുട്ടിയുടെ കഥ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നാണ്. അനലീസും അവളുടെ മാതാപിതാക്കളും വിചാരിച്ചതുപോലെ പ്രേതബാധയാണോ ഇതിനെല്ലാം കാരണം? അതോ ഡോക്ടർമാർ പറഞ്ഞതുപോലെ മാനസിക രോഗത്തെ അവർ പ്രേതബാധയെന്ന് തെറ്റിദ്ധരിച്ചതാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.